Hello friends, welcome to Electron College. We discuss ചെയ്യുന്ന മാത്സിൽ ട്രിഗണോമെട്രി ആയിരുന്നു. ട്രിഗണോമെട്രിയിലെ നെക്സ്റ്റ് കൺസെപ്റ്റ്സ് ആണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ കൺസെപ്റ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആംഗിൾസ് വെച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, ആംഗിൾസും അതിൻ്റെ റിലേറ്റഡ് ആംഗിൾസും തമ്മിലുള്ള റിലേഷനും കാര്യങ്ങളൊക്കെ പറയുന്നത്. അതായത് ക്വാഡ്രൻറ്റ് റൂള്, പോസിറ്റീവ് ആംഗിൾ, നെഗറ്റീവ് ആംഗിൾ, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് എന്ത് ചെയ്യാൻ വേണ്ടി പോകുന്നത്, പറയാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഈ ക്വാഡ്രൻസ് നമ്മൾ പറയുമ്പോൾ നമുക്ക് 4 ക്വാഡ്രൻറ്റ് എന്ന് പറയാമല്ലോ, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, 4 അല്ലേ. അപ്പം നിങ്ങൾ ഇപ്പോൾ ഇത് തരുവാണ്, ഓക്കെ, ഒരു ആക്സിസ് തരുവാണെങ്കിൽ എക്സ് വൈ എന്ന് തരുവാണ്. ഓക്കെ, ഇഫ് യു ആർ ഹാവിങ് എ പോയിൻറ്റ് പി ഹിയർ ആൻഡ് യുവർ ആംഗിൾ ഈസ് ടേക്കൺ ലൈക്ക് ദിസ്. ഇത് ഏത് ക്വാഡ്രൻറ്റിലാണ്, ഈ ഒ പി ഏത് ക്വാഡ്രൻറ്റിലാണ് ലൈ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ദിസ് ഈസ് യുവർ ഫസ്റ്റ് ക്വാഡ്രൻറ്റ്. ഒ പി ഫസ്റ്റ് ക്വാഡ്രൻറ്റിലാണ് ലൈ ചെയ്യുന്നത്. ഒ പി ഇതാ ഫസ്റ്റ് ക്വാഡ്രൻറ്റിലാണ് ലൈ ചെയ്യുന്നത്. ആൻഡ് ദ ആംഗിൾ ലൈസ് ബിറ്റ്വീൻ ഏതിൻ്റെയൊക്കെ ഇടയിൽ, ഇത് 0, ഇത് 90, ഇത് 180, ഇത് 270, ഇത് 0 അല്ലെങ്കിൽ 360 ഡിഗ്രീസ്. അപ്പോൾ ഈ തീറ്റ ഏതിൻ്റെ അക്രോസ് ആണ് അല്ലെങ്കിൽ ഏതിൻ്റെ ബിറ്റ്വീൻ ആണ് ലൈ ചെയ്യുന്നത്? തീറ്റ ലൈസ് ബിറ്റ്വീൻ 0-ൻ്റെയും 90-ൻ്റെയും. ഓക്കെ, അപ്പോൾ 0-90 ആണ് ഫസ്റ്റ് ക്വാഡ്രൻറ്റ്. ക്ലിയർ? ഇനി ഈ പോയിൻ്റ് ഇവിടെയാണുള്ളതെങ്കിലോ, ഒ പി ഇവിടെയാണ്, അപ്പോൾ ആംഗിൾ സബ്സ്റ്റൻഡ് ചെയ്യുന്നത് ഇങ്ങനെയാണ് വരിക അല്ലേ, ഇത് മൊത്തത്തിൽ തീറ്റ. അപ്പോൾ അതിൻ്റെ ആൻസർ എന്താ വരിക? നിങ്ങളുടെ ഒ പി ഏത് ക്വാഡ്രൻറ്റിലാണെന്ന് ചോദിച്ചാൽ ഇറ്റ് ലൈസ് ഇൻ ദ സെക്കൻഡ് ക്വാഡ്രൻറ്റ്. ആംഗിൾ ലൈസ് ബിറ്റ്വീൻ ഈ 90-ൻ്റെയും 180-ൻ്റെ ഇടയിലാണ് ഈ ആംഗിൾ. ക്ലിയർ? ഇനി ഒ പിൻ്റെ ലൈൻ ഇവിടെയാണെന്ന് വിചാരിക്കും. അപ്പോൾ ഈ തീറ്റ എന്ത് വരുക, ഇവിടെ നിന്നേ അളക്കുക ഇവിടെ വരെ. അപ്പോൾ ഇവിടെയാണ് പി എന്ന് വെച്ചാൽ യുവർ ഒ പി ലൈസ് ഇൻ നൗ ഇൻ യുവർ തേർഡ് ക്വാഡ്രൻറ്റ് ആൻഡ് യുവർ ആംഗിൾ ഈസ് ബിറ്റ്വീൻ 180 ആൻഡ് 270. 180 270-ൻ്റെ ഇടയിലാണ് നിങ്ങളുടെ ആംഗിൾ. ശരിയാണല്ലോ. ഇനി ഇവിടെയാണ് നിങ്ങളുടെ പോയിൻ്റ് എങ്കിലോ, ഇവിടെയാണ് പോയിൻ്റ് എങ്കിൽ നമുക്ക് പറയാം നിങ്ങളുടെ ലൈൻ ഒ പി ലൈസ് ഇൻ ദ ഫോർത്ത് ക്വാഡ്രൻറ്റ് ആൻഡ് ദ ആംഗിൾ ഈസ് ബിറ്റ്വീൻ 270 ആൻഡ് 360. ക്ലിയർ? അപ്പോൾ ഇതാണ് 4 ആംഗിൾസ്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ റേ ഇങ്ങനെ, അതായത് നമ്മൾ ആംഗിൾസ് ഇങ്ങനെയാണ് റൊട്ടേറ്റ് ചെയ്തത് അല്ലേ. അപ്പോൾ യു മസ്റ്റ് നോ ദ ആംഗിൾസ് ഈസ്, ഇഫ് ദ ആംഗിൾ ഈസ് റൊട്ടേറ്റ് ഇൻ ദ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. നമ്മൾ ഈ റൊട്ടേറ്റ് ചെയ്ത് ആൻറ്റി ക്ലോക്ക് വൈസ് ആണല്ലേ, ഇങ്ങനെയല്ല റൊട്ടേറ്റ്. അപ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാകുമ്പോൾ നമുക്ക് ഈ ക്വാഡ്രൻസിൽ പോസിറ്റീവ് ആംഗിൾസ് ആണ് കിട്ടുക. ക്ലിയർ? ഇനി റൊട്ടേഷൻ തിരിച്ചാന്ന് വിചാരിക്കും, ഇങ്ങനെയാണ് ഞാൻ നോക്കുന്നതെങ്കിൽ അത് ഏത് ഇതിലാണ് ഉണ്ടാവുക, ക്ലോക്ക് വൈസിലാണ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആംഗിൾസ് എന്തൊക്കെയായിരിക്കും? നെഗറ്റീവ് ആംഗിൾസ് ആണ് നമുക്ക് കിട്ടുക. ഓക്കെ, നേരത്തെ ഇതിന് ഇവിടുന്ന് ഇങ്ങനെ എന്ന് പറയാം, ഇങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്തതെന്ന് വെച്ചാൽ നെഗറ്റീവ് ആംഗിൾ കിട്ടുക. ഇങ്ങനെ റെപ്രസെൻ്റ് നെഗറ്റീവ് ആംഗിൾ, അടുത്തത് ഇങ്ങനെ പോകുമ്പോൾ നെഗറ്റീവ് ആംഗിൾസ് ആണ് കിട്ടുക. ഓക്കെ, അപ്പം നമുക്ക് ഒരു എക്സാമ്പിളിന് ഒരു 420 ഡിഗ്രി ഏത് ക്വാഡ്രൻറ്റിലാണ് ലൈ ചെയ്യുന്നത് നോക്കണം അല്ലേ. അപ്പം നമുക്കറിയാം ഇത് മൊത്തം 360 ഇത് മൊത്തം അല്ലേ. അതായത് നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ ഇവിടുന്ന് ഒരു ഫുള്ള് സർക്കിൾ വേണ്ടി ഇവിടെ എത്തി. ഇനിയും വേണം എത്ര, 420 എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം, 30 + 360 + 60 അല്ലേ. അപ്പോൾ ഇനിയും വേണം ഒരു 60. അപ്പോൾ പിന്നെയും നമ്മൾ ഇവിടുന്ന് എന്ത് ചെയ്യുന്നത്, ഒരു 60 എടുക്കുവാണ്. അപ്പോൾ ഇവിടെയാണ് ആ ലൈൻ വരുന്നത്. ശരിയല്ല? അപ്പോൾ ഈ ആംഗിളാണ് നമ്മുടെ 60 ഡിഗ്രി. മൊത്തം 360 കഴിഞ്ഞു, പിന്നെ ഒരു 60 അല്ലേ. അപ്പോൾ നമുക്ക് പറയാം ഇത് ഏത് ക്വാഡ്രൻറ്റിലാണ് ലൈ ചെയ്യുന്നത്, ഫസ്റ്റ് ക്വാഡ്രൻറ്റ്. ക്ലിയർ? അതുപോലെ ഒരു 550 എടുക്കുവാണെങ്കിലോ, 550 എടുക്കുവാണെങ്കിൽ ഇതൊരു 360 കഴിഞ്ഞു അല്ലേ. എന്നിട്ട് പിന്നെ 550 എന്ന് പറഞ്ഞാൽ 360-ലേക്ക് എത്താൻ 360-ൻ്റെ കൂടെ എത്ര ആഡ് ചെയ്യണം, 190 ആഡ് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യും, ഇവിടെ നിന്ന് ഇങ്ങനെ വന്നു, ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, 150 കഴിഞ്ഞു, ഇതാണ് 190. അപ്പോൾ ഏതാ ക്വാഡ്രൻറ്റ്? തേർഡ് ക്വാഡ്രൻറ്റ്. ക്ലിയർ? അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആംഗിൾസ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇനി മൈനസ് ആംഗിളാണ് പറയുന്നത്. -105 ഡിഗ്രി ആണെങ്കിലോ നമ്മൾ ഇത് തന്നെ വരക്കും. അപ്പോൾ എന്ത് ചെയ്യും, ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും, എന്നിട്ട് എന്ത് ചെയ്യും, ഇങ്ങോട്ടേക്ക് വരും. അപ്പോൾ ഇവിടെ 90 കഴിഞ്ഞു, പിന്നെ ഇവിടെയാണ് വരിക 105 ഡിഗ്രി. -105 എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എഴുതാൽ മതി, ഇവിടെ നിന്ന് എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് വന്നാൽ മതി. ക്ലിയർ? അപ്പോൾ -105 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഏത് ക്വാഡ്രൻറ്റിലാണ്, തേർഡ് ക്വാഡ്രൻറ്റിലാണ് ലൈ ചെയ്യുന്നത്. ക്ലിയർ? ഇനി അപ്പോൾ മനസ്സിലായാലും ഇതാണ് പോസിറ്റീവ് ക്വാഡ്രൻറ്റുകളും നെഗറ്റീവ് ക്വാഡ്രൻറ്റുകളും, നെഗറ്റീവ് ആംഗിളുകളും, പോസിറ്റീവ് ആംഗിളുകളും നെഗറ്റീവ് ആംഗിളുകളും കാണുന്ന മെത്തേഡ്.
ഓക്കെ, അപ്പോൾ നെഗറ്റീവ് ആംഗിൾ കാണാൻ ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്യുക, പോസിറ്റീവ് ആംഗിൾ കാണാൻ എന്ത് ചെയ്യുക, ആൻറ്റി ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്യുക. ഓക്കെ, ഇനി അടുത്തൊരു ടേമാണ് കോ ടെർമിനൽ ആംഗിൾ. ഓക്കെ, കോ ടെർമിനൽ ആംഗിൾ. അപ്പം എന്താണ് കോ ടെർമിനൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ, ദ ആംഗിൾസ് ഹാവിങ് സെയിം ടെർമിനൽ റേ. സെയിം ടെർമിനൽ റേ, ഒരേ റേ ആണ്. അതായത് ഇതിന് എക്സാമ്പിളാണ് 30 ഡിഗ്രി, അതുപോലെ 390 ഡിഗ്രി, 750 ഡിഗ്രി. ഓക്കെ, അതായത് നമ്മളിത് കണ്ടിന്യൂ ചെയ്താൽ പിന്നെയും സെയിം ആയിട്ട് തന്നെയാണ് വരിക അല്ലേ. ഇപ്പോൾ 360 കണ്ടിന്യൂ ചെയ്ത് 30 ഡിഗ്രി എന്ന് വെച്ചാൽ ഈ റേ ആണ്. ഇതിപ്പം ഇത് 30 ഡിഗ്രി, 390 എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നെ വരിക. 360 കഴിഞ്ഞ് പിന്നെ ഒരു 30, ശരിയല്ലേ. 750 എന്ന് പറഞ്ഞാൽ എത്ര വരിക, 750 360 2 720 അല്ലേ. അപ്പോൾ പിന്നെയും ഒരു 360, പിന്നെ ഒരു 360, പിന്നെ ഒരു 30. വീണ്ടും ഒരേ ടെർമിനലിൽ ഇങ്ങനെ 30 30 30 മൾട്ടിപ്പിൾ, അല്ലെങ്കിൽ 360ൻ്റെ കൂടെ 360 ആഡ് ചെയ്താലാണ് നമുക്കത് 390 വരുന്നത്. ഇതിൻ്റെ കൂടെ 30ൻ്റെ കൂടെ 720 ആഡ് ചെയ്യുമ്പോഴാണ് 750 വരുന്നത് അല്ലേ. ഒരേ ടെർമിനൽ റേയിൽ വരുന്ന ആംഗിളിലാണ് നമ്മൾ എന്ത് വിളിക്കുക, കോ ടെർമിനൽ ആംഗിൾ. ഓക്കെ, ഇനി അടുത്തൊരു ടൈപ്പ് ഓഫ് ആംഗിളാണ്, ജസ്റ്റ് പഠിച്ചു വെച്ചാൽ മതി, ക്വാഡ്രൻ്റൽ ആംഗിൾ. അടുത്ത ടൈപ്പാണ് ക്വാഡ്രൻ്റൽ ആംഗിൾ. എന്താണ് ക്വാഡ്രൻ്റൽ ആംഗിൾ? If the terminal ray of an angle coincides with one of the coordinate axis. ഓക്കെ, ഒരു കോർഡിനേറ്റ് ആക്സിസിൽ കോർഡിനേറ്റ് ചെയ്യുവാണെങ്കിൽ അല്ലെ കോയിൻസൈഡ് ചെയ്യുവാണെങ്കിൽ അതിനെ വിളിക്കുന്നതാണ് എന്ത്, ക്വാഡ്രൻ്റൽ ആംഗിൾ. അപ്പോൾ ക്വാഡ്രൻ്റൽ ആംഗിളിൻ്റെ എക്സാമ്പിളാണ് 0, 90, 180. ഇതാ ഇങ്ങനെ കോയിൻസൈഡ് ചെയ്യുവാണ്. ഓക്കെ, 90, പിന്നെ അത് വരിക 270, അതുപോലെ 360 വീണ്ടും കോയിൻസൈഡ് ചെയ്തു, ആക്സിസിനെ കോയിൻസൈഡ് ചെയ്യുന്ന ആംഗിളുകൾ. ഓക്കെ, അടുത്ത ഏതായിരിക്കും 450. അങ്ങനെ 90ൻ്റെ മൾട്ടിപ്പിൾസ് അല്ലെങ്കിൽ 90ൻ്റെ ആഡ് ചെയ്ത് പോകുന്നതെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ക്വാഡ്രൻ്റൽ ആംഗിളുകൾ എന്ന് വിളിക്കുന്നത്. ക്ലിയർ? ഇനി അടുത്ത ഒരു ടൈപ്പ് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ റിസൾട്ടുകൾ നേരത്തെ പഠിച്ചില്ലേ, അതുപോലെ നമ്മൾ 0ലും 90ലും 270ലും ഒക്കെ എന്താണ് റിസൾട്ട് എന്ന് ഒന്ന് പഠിക്കണം. ഓക്കെ, അപ്പോൾ അതിൽ ആദ്യം നമുക്ക് അറിയേണ്ടത് നമ്മൾ ഏതൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം നമ്മൾ നേരത്തെ മേക്ക് ചെയ്ത പോലെ ഒരു കോളം മേക്ക് ചെയ്യുക. 1 2 3 4. ഓക്കെ, 3 എണ്ണമാണ് നമ്മുടെ കയ്യിലെ സൈന്, കോസ്, ടാൻ അല്ലേ. അപ്പം ദേ ആർ നമ്മുടെ തീറ്റ, ഇത് നമ്മുടെ ട്രിഗണോമെട്രിക് ഫങ്ഷൻ. ഇവിടെ സൈൻ, ഇവിടെ എന്താണ് കോസ്, ഇവിടെ എന്താണ് ടാൻ. അപ്പോൾ 0, 90, 180, 270, 360. ഓക്കെ, ആദ്യം സൈൻ 0 എന്ന് പറഞ്ഞാൽ 0, സൈൻ 90 1, സൈൻ 180യോ, സൈൻ 180യും എന്താണ് 0 ആണ്. ഓക്കെ, സൈൻ 180യും 0 ആണ്. അതുപോലെ സൈൻ 360യും 0. അപ്പോൾ സൈൻ്റെ 3 ടേം 0 ആണ്. ഏതൊക്കെ? സൈൻ 0 0, സൈൻ 180 0, സൈൻ 360 0. ഇത് മാത്രമേ പഠിക്കാനുള്ളൂ. അപ്പോൾ സൈൻ 90 1 ആണ്, സൈൻ 270 -1 ആണ്. ക്ലിയർ? ഇനി കോസിൻ്റെ നോക്കാം. കോസ് 0 എന്ത് തന്നെയാണ്, കോസ് 0 1 ആണ്. ക്ലിയർ? കോസ് 0 1 ആണ്, അതുപോലെ കോസ് 360 1 ആണ്. ഇത് രണ്ടും സെയിം ആയിരിക്കുമല്ലോ. അപ്പോൾ കോസ്, കാരണം 0വും 360 ഒരേ വാല്യൂ ആണ്. അപ്പോൾ കോസ് 0 1 ആണ്, അതുപോലെ കോസ് 360 1 ആണ്. ഇത് മാത്രമേ പഠിക്കാനുള്ളൂ അല്ലേ. അപ്പോൾ കോസ് 90 എന്താണെന്ന് പറഞ്ഞാൽ കോസ് 90യും 0 ആണ്, കോസ് 270യും 0 ആണ്. ക്ലിയർ? കോസ് 90യും 0 ആണ്, കോസ് 270 0 ആണ്. കോസ് പൈ അല്ലെങ്കിൽ കോസ് 180 വെരി ഇമ്പോർട്ടൻ്റ് ആണ്, പല സ്ഥലത്തും ഉപയോഗം വരും. ഒന്നെങ്കിൽ കോസ് പൈ എന്ന് തരും, അല്ലെങ്കിൽ കോസ് 180. ദ ആൻസർ ഈസ് -1. ക്ലിയർ? ആൻസർ പഠിക്കേണ്ട അത്രയാണ് -1. ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കും, -1. ക്ലിയർ? ഇനി അടുത്തത് ടാൻ. ടാൻ എന്താണ്? ടാൻ 0 0 ആണ്, ടാൻ 360 എന്താണ് 0 ആണ്. ടാൻ 90 നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഇൻഫിനിറ്റി ആണ്. ഇത് ഇൻഫിനിറ്റി ആവുകൊണ്ട് 270 എന്താണ് ഇൻഫിനിറ്റി ആണ്. അപ്പോൾ ഇതിൻ്റെ 180യോ ഇതിൻ്റെ 180യോ എന്ത് തന്നെയാണ് 0 ആണ്. ക്ലിയർ? അപ്പം ടാൻ 90യിൽ 0 ആണ്, 180യും 0 ആണ്, നമ്മൾ 0 ആണ്, 180യും 0ഉം 360 എന്താണ് 0 ആണ്. ഏതുപോലെ ഇതാ സൈൻ്റെ 0 നമ്മൾ എളുപ്പത്തിൽ പറയാം. ഇത് പഠിക്കേണ്ട പോയിന്റുകൾ ഇത്രേ ഉള്ളൂ. സൈൻ്റെ 0, 180, 360 മൂന്നും 0 ആണ്.
ടാനിൻ്റെയും ഇതുപോലെ ടാനിൻ്റെയും 0, 180, 360 എന്താണ് 0 ആണ് അല്ലേ. ടാനിൻ്റെ ബാക്കിയുള്ള രണ്ട് വാല്യൂ അതായത് 90, 270 എന്താണ് ഇൻഫിനിറ്റിയാണ്. ടാൻ കഴിഞ്ഞു. ഇനി ഈ വാല്യൂസിലാണ് കൺഫ്യൂഷനുള്ളൂ അല്ലേ. ആ വാല്യൂസിൽ കൺഫ്യൂഷനൊന്നുമില്ല. നമുക്ക് രണ്ട് വാല്യൂകൾ എളുപ്പത്തിൽ പഠിക്കാം. ഒന്ന് സൈൻ 90 1 ആണെന്ന് അറിയാം, അതുപോലെ കോസ് 90 0 ആണെന്നറിയാം അല്ലേ. പിന്നെ ആകെ ഇതിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പോൾ സൈൻ 180 എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പഠിച്ചു. സൈൻ 270 എന്ന് പറഞ്ഞാൽ -1 പഠിക്കുക, അതുപോലെ കോസ് 180 എന്ന് പറഞ്ഞാൽ -1 പഠിക്കുക. അത്രയേ ചെയ്യാനുള്ളൂ. ക്ലിയർ. അപ്പോൾ അങ്ങനെ എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, വാല്യൂസിനെ പഠിക്കാം. -1 വരുന്നത് മാത്രമേ നമുക്കൊന്ന് കൺഫ്യൂഷനായിട്ട് വരുള്ളൂ. രണ്ട് സ്ഥലത്താണ് -1 വരുന്നത്. സൈൻ 270 അല്ലെങ്കിൽ സൈൻ 3π/2 ഈസ് -1. അതുപോലെ കോസ് പൈ അല്ലെങ്കിൽ കോസ് 180 ഡിഗ്രിയും എന്താണ് -1. അത് മാത്രമേ നോക്കാനുള്ളൂ. അപ്പോൾ ഇതൊക്കെ ഒരുപാട് സ്ഥലത്ത് ആവശ്യമുള്ളതാണ്. അതുകൊണ്ടാണ് കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നത് പറയുന്നത്. ഓക്കെ. ഇനി അടുത്തത്, അപ്പോൾ നമുക്ക് ഇത് വാല്യൂസ് കിട്ടി അല്ലേ. അപ്പോൾ ഇനി നമ്മൾ നോക്കുന്നത് നമ്മൾ ഓരോ ക്വാഡ്രൻറ്റിലും ഏതൊക്കെയാണ് പോസിറ്റീവ് ആംഗിൾ ഏതൊക്കെയാണ് നെഗറ്റീവ് ആംഗിൾ എന്നുള്ളതാണ്. ഓക്കെ. അപ്പം അതിൽ പഠിക്കാനുള്ളത് ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ എല്ലാ ട്രിഗണോമെട്രിക് ഫംഗ്ഷനുകളും പോസിറ്റീവാണ്. ഓക്കെ. ഇതിൻ്റെയൊക്കെ പ്രൂഫ് ഉണ്ടാകുന്ന ആവശ്യമില്ല. അപ്പോൾ എല്ലാ ട്രിഗണോമെട്രിക് ഫംഗ്ഷനുകളും പോസിറ്റീവാണ്. ഇനി സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ 2 എണ്ണം പോസിറ്റീവ്. ഏതൊക്കെയാണ്? സൈൻ തീറ്റയും കൊസീക് തീറ്റയും. കാരണം കൊസീക് തീറ്റ തന്നെയാണ് 1/sin തീറ്റ. അപ്പോൾ പിന്നെ പ്രശ്നമില്ല അല്ലേ. അപ്പോൾ സൈൻ തീറ്റയും കൊസീക് തീറ്റയും പോസിറ്റീവാണ്, ബാക്കിയൊക്കെ എന്താണ് നെഗറ്റീവാണ്. ഓൾ അതേഴ്സ് ആർ നെഗറ്റീവ്. ഓക്കെ. ദെൻ മൂന്നാമത്തത് ഇതിൻ്റെ കോസിൻ്റെ സാധനമായിരിക്കും അല്ലേ. ഏതൊക്കെയാണ്? ടാൻ്റെ സാധനമാണ്. ഏതൊക്കെയാണ്? ടാൻ തീറ്റയും അതുപോലെ ടാൻ തീറ്റിൻ്റെ കൗണ്ടർ പാർട്ട് ഏതാ? കോട്ട് തീറ്റയും. ഇത് രണ്ടുമാണ് എന്ത്? പോസിറ്റീവ്. ക്ലിയർ. ഫോർത്ത് ക്വാഡ്രൻറ്റിൽ ഏതൊക്കെയാണ് വരുന്നത്? കോസ് തീറ്റയും സീക്ക് തീറ്റയുമാണ് എന്ത്? പോസിറ്റീവ്, ബാക്കിയെല്ലാം നെഗറ്റീവാണ്. ഓക്കെ. ഇതാണ് ക്വാഡ്രൻറ്റ് ഫംഗ്ഷനിൽ നമ്മൾ അറിയേണ്ട കാര്യം. ഓക്കെ. അപ്പോൾ ക്വാഡ്രൻറ്റ് ഫംഗ്ഷനെ നമ്മൾ മൊത്തത്തിൽ എഴുതുവാണെങ്കിൽ ഇപ്പോൾ ഇതാണ് നമ്മളൊരു ക്വാഡ്രൻറ്റ് അല്ലേ. അപ്പോൾ ഈ ക്വാഡ്രൻറ്റ് ഓർത്ത് വയ്ക്കുക. ഇതാണ് നമ്മളെ ഫസ്റ്റ് ക്വാഡ്രൻറ്റ്, ഇതാണ് സെക്കൻഡ്, ഇതാണ് തേർഡ്, ഇതാണ് ഫോർത്ത്. ഇവിടെ ഒരു കോഡ് പഠിച്ച് വയ്ക്കുക. അതാണ് ASTC. ASTC എന്ന ഓർഡറിൽ പഠിച്ചാൽ മതി. ഇവിടെ A ഫോർ ഓൾ, ഇവിടെ S ഫോർ സൈൻ തീറ്റ എന്ന് പഠിച്ചാൽ മതി. സൈൻ തീറ്റൻ്റെ കൗണ്ടർ പാർട്ടായ കൊസീക് തീറ്റയും പോസിറ്റീവാണെന്ന് നമ്മൾ ഓർക്കണം. ഓക്കെ. അതുപോലെ ഇവിടെ ടി എന്ന് പറഞ്ഞാൽ എന്താ? ടാൻ തീറ്റ. ടാൻ തീറ്റൻ്റെ കൗണ്ടർ പാർട്ടായ കോട്ട് തീറ്റയും പോസിറ്റീവാണെന്ന് ഓർക്കണം. അതുപോലെ ഇവിടെ സി ആരാണ്? കോസ് തീറ്റയാണ് അല്ലേ. അപ്പോൾ കോസ് തീറ്റേൻ്റെ കൗണ്ടർ പാർട്ടായ സീക്ക് തീറ്റയും എന്താണ്? പോസിറ്റീവാണെന്ന് നോക്കണം. ബാക്കി എന്ത് വന്നാലും ആ ക്വാഡ്രൻറ്റിൽ എന്താണ്? നെഗറ്റീവാണ്. ഓക്കെ. അതും കൂടി നമ്മളൊന്ന് ഓർക്കണം. ഓക്കെ. അപ്പോൾ ഈ കാര്യങ്ങൾ ക്വാഡ്രൻറ്റ് റൂളുകൾ കറക്റ്റായിട്ട് എന്ത് ചെയ്യുക? ഓർത്ത് വയ്ക്കുക. ഓക്കെ. അപ്പോൾ ഞാൻ ചെറിയൊരു പ്രോബ്ലം തരുവാണെങ്കിൽ സൈൻ തീറ്റ = 3/5. ഓക്കെ. നമ്മളോട് പറയുവാണ് തീറ്റ ലൈസ് ഇൻ ദ സെക്കൻഡ് ക്വാഡ്രൻറ്റ്. പ്രാക്ടീസ് പ്രോബ്ലമാണ്. തീറ്റ സെക്കൻഡ് ക്വാഡ്രൻറ്റിലാണ് ലൈ ചെയ്യുന്നതെന്ന് പറഞ്ഞു. എല്ലാ വാല്യൂസും കാണാനാണ് പറയുന്നത്. ഓക്കെ. അപ്പോൾ സൈൻ തീറ്റ 3/5 എന്ന് പറഞ്ഞാൽ നമുക്ക് കോസ് തീറ്റ കണ്ടുപിടിക്കാം. എന്താണ്? √1 - sin square തീറ്റ, അതായത് 9/25. സോ ഇറ്റ് വിൽ ബി √16/25. സോ ഇറ്റ് വിൽ ബി 4/5 അല്ലേ. അപ്പോൾ ഈ 4/5 പ്ലസ്സോ മൈനസോ ആവാം അല്ലേ. 4/5 എന്താവും? പ്ലസ്സോ മൈനസോ ആവും. തീറ്റ ഏത് ക്വാഡ്രൻറ്റിലാണെന്ന് പറയുന്നുണ്ട്? സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ. തീറ്റ സെക്കൻഡ് ക്വാഡ്രൻറ്റിലാവുമ്പോൾ നിങ്ങളുടെ കോസ് തീറ്റ ഏതാ വരിക? സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ ഏത് മാത്രമാണ് പോസിറ്റീവ്? സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ സൈൻ വന്നാൽ പോസിറ്റീവാണ്, ബാക്കി എന്ത് വന്നാലും നെഗറ്റീവാണ്. അപ്പോൾ ഇതിലെ ആൻസർ ഏതാ വരിക? കോസ് തീറ്റ -4/5. ക്ലിയർ. ഓക്കെ. ദെൻ ടാൻ തീറ്റ എന്താണ്? സൈൻ തീറ്റ / കോസ് തീറ്റ. സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3/5 / കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ 4/5. 5ഉം കട്ടായി ലാസ്റ്റ് ആൻസർ എന്തൊരു 3/4. ശരിയല്ലേ? അപ്പം ഇവിടെ നമ്മൾ ആലോചിക്കുക, സെക്കൻഡ് ക്വാഡ്രൻറ്റിലാണ് തീറ്റ ലൈ ചെയ്യുന്നതെന്ന് പറഞ്ഞു.
സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ ആര് മാത്രമേ പോസിറ്റീവ് ഉള്ളൂ? സൈനോ അല്ലെങ്കിൽ സൈന് റിലേറ്റഡ് ആയിട്ടുള്ള സൈൻ മാത്രമേ എന്ത് ഉള്ളൂ? പോസിറ്റീവ് ഉള്ളൂ. അതായത് സൈനും അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കൊസീക് തീറ്റയും അല്ലേ. ഇതും ടാൻ തീറ്റ ഏത് ക്വാഡ്രൻറ്റിലാണ്? ടാൻ തീറ്റ ഇപ്പോൾ ഏത് ക്വാഡ്രൻറ്റിലാണ് പറഞ്ഞിരിക്കുന്നത്? സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ. സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ ടാൻ തീറ്റയും എന്തല്ല? പോസിറ്റീവ് അല്ല. സോ ഇറ്റ് വിൽ ബി ഓൾസോ -3/4. ക്ലിയർ? ഇനി ഇതിൻ്റെ കൗണ്ടർ പാർട്ടുകൾ നമുക്ക് എഴുതാമല്ലോ. കൊസീക്കൻഡ് തീറ്റ. കൊസീക്കൻഡ് തീറ്റ 3 ഇതിൻ്റെ നേരെ തിരിഞ്ഞിട്ട് അല്ലേ. അപ്പോൾ അത്ര വരും 5/3. ഓക്കെ. കൊസീക്കൻഡ് തീറ്റ നമ്മളുടെ സെക്കൻഡ് ക്വാർട്ടറിൽ എന്താണ്? പോസിറ്റീവാണ്. അതുകൊണ്ട് ഇത് പ്രശ്നമല്ല, ഇത് കറക്റ്റാണ് അല്ലേ. +5/3 തന്നെയാണ്. ഇനി ഇതിൻ്റെ കൗണ്ടർ പാർട്ടായ സീക്ക് തീറ്റ എഴുതുമ്പോൾ എന്ത് വരും? 5/4. പക്ഷേ അവിടെ എന്ത് വരും? മൈനസ് സൈൻ വരും. അതുപോലെ ഇതിൻ്റെ കൗണ്ടർ പാർട്ടായ കോട്ട് തീറ്റ എഴുതുമ്പോൾ എന്ത് വരും? വിൽ ബി ഗെറ്റിംഗ് 4/3 മൈനസ് അല്ലേ. -4/3. ക്ലിയർ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഓരോ ക്വാഡ്രൻ്റ് റൂളും അതിൻ്റെ സൈനുകളും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. ഓക്കെ. അപ്പോൾ ആ റൂൾ ഓർക്കുക, ASTC. ക്ലിയർ? അപ്പോൾ ഇതിനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ആംഗിൾസിൻ്റെ കുറച്ച് റിലേറ്റഡ് ആംഗിൾസിൻ്റെ റൂളുകളുണ്ട്. ഒരു ചെറിയൊരു ടേബിളാണ്. നമുക്ക് ആ ടേബിൾ ഒന്ന് നോക്കാം. ഓക്കെ. അപ്പം എന്താണ് നമ്മൾ പറഞ്ഞത്? നമ്മൾ 2 ആംഗിളുകൾ നമ്മൾ എടുക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ 2 ആംഗിളുകൾ അലൈഡ് ആംഗിളുകൾ എന്ന് അല്ലെങ്കിൽ റിലേറ്റഡ് ആംഗിൾ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സമ്മോ ഡിഫറൻസോ ഐദർ 0 ആവണം. എന്താണ് അലൈഡ് ആംഗിൾ എന്നാണ് പറയുന്നത്? നിങ്ങളുടെ സമ്മോർ ഡിഫറൻസ്, സമ്മ് അല്ലെങ്കിൽ ഡിഫറൻസ് 0 ആവണം, അല്ലെങ്കിൽ ഒരു മൾട്ടിപ്പിൾ ഓഫ് 90 ആവണം. ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിന് അലൈഡ് ആംഗിൾസ് എന്ന് പറയാം. അതായത് -θ, 90 ± θ, 180 ± θ, അടുത്ത ഏതായിരിക്കും? 270 ± θ, നെക്സ്റ്റ് 360 +. അപ്പോൾ 90 അല്ലെങ്കിൽ അതിൻ്റെ അലൈഡ് ആംഗിൾസ്. ക്ലിയർ? ഇനി നമ്മൾ ഇത് റേഡിയനിൽ പറയുകയാണെങ്കിൽ -θ, π/2 ± θ, π ± θ, 3π/2 ± θ, 2π ± θ അല്ലേ. അപ്പം നമ്മളോട് പറയുന്ന ഒരു തീറ്റേൻ്റെ ഒരു റിലേറ്റഡ് ആംഗിൾ എങ്ങനെ എക്സ്പ്രസ് ചെയ്യുമെന്ന് പറഞ്ഞാൽ യു ക്യാൻ എക്സ്പ്രസ് ഇൻ ഫോം n × 90 ± θ, അല്ലെങ്കിൽ n × π/2 ± θ ഫോമിലാണ് നമുക്ക് എഴുതാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ. അപ്പോൾ ഒരു തീറ്റേൻ്റെ റിലേറ്റഡ് ആംഗിൾ എഴുതാൻ പറഞ്ഞാൽ n × 90 ± θ എന്നാണ് എഴുതുക. ഓക്കെ. അതിൽ പ്ലസ് മൈനസ് ഏതിനെ ഡിപ്പെൻഡ് ചെയ്യും? ഏത് ക്വാഡ്രൻറ്റിലാണ് നമ്മുടെ ആംഗിൾ ലൈ ചെയ്യുന്നത് അതിനനുസരിച്ച് എന്ത് ചെയ്യും? ആ പ്ലസ് മൈനസ് എന്ത് ചെയ്യും? ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ. അപ്പം നമ്മൾ പറയുവാണെങ്കിൽ ഈ n ഏതാണ് ഇൻറ്റിജർ എന്നൊക്കെ നോക്കണം. നമ്മൾ ഓഡാണോ ഈവൺ ആണോ നോക്കണം. കാരണം n എന്ന് പറയുന്നത് എന്താണ്? ഓഡ് നമ്പർ ആണോ ഈവൺ നമ്പർ ആണോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ. അപ്പോൾ ആദ്യം നമ്മൾ ഇതും നമ്മൾ നേരത്തെ പഠിച്ച പോലെ ചെറിയൊരു ടേബിൾ പഠിക്കാം. ഓക്കെ. അപ്പോൾ ആ ടേബിൾ ഇതാണ്. നമ്മൾ ആദ്യം ഓരോന്നും എടുത്ത് നമുക്ക് എന്ത് ചെയ്യാം? നോക്കാം. ഓക്കെ. ആദ്യം നമുക്ക് സൈൻ്റെ കാര്യങ്ങൾ നോക്കാം. 2, 3 സ്പ്ലിറ്റപ്പ് ആയിട്ട് പഠിക്കാം. ആദ്യം സൈൻ ഓഫ് -θ. ഇത് നിങ്ങൾ ഒരു 3 റിസൾട്ട് നമ്മൾ കാര്യമായിട്ട് നമുക്ക് കൃത്യമായിട്ട് അറിയണം. ബാക്കി നമുക്ക് അലൈഡ് ആംഗിൾസ് എന്ന് പഠിക്കാം. ഓക്കെ. സൈൻ ഓഫ് -θ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് -sin θ. ക്ലിയർ? അതുപോലെ കോസ് ഓഫ് -θ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് കോസ് θ. ക്ലിയർ? അതുപോലെ ടാൻ ഓഫ് -θ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് -tan θ. അപ്പോൾ 3 ആംഗിളുകൾ നമ്മൾ പഠിക്കണം. ബാക്കി നമുക്ക് കിട്ടും. ഓക്കെ. അപ്പോൾ സൈൻ ഓഫ് -θ -sin θ, കോസ് ഓഫ് -θ കോസ് θ, ടാൻ ഓഫ് -θ എന്താണ്? -tan θ ആണ്. ഇനി അടുത്ത നമ്മൾ എഴുതാൻ പോകുന്നത് സൈൻ ഓഫ് 90 θ. ഞാനിവിടെ ആ ക്വാഡ്രൻറ്റ് വെറുതെ വരച്ച് വെക്കാം. അപ്പോൾ കുറച്ചും കൂടി ഒരു ഐഡിയ കിട്ടും. ഇത് ഫസ്റ്റ് ക്വാഡ്രൻറ്റ്, ഇത് എ ഫോർ ഓൾ, എസ്, ദെൻ ഇത് ടി, ഇത് സി. ഇത് സെക്കൻഡ് ക്വാഡ്രൻറ്റ്, ഇത് തേർഡ് ക്വാഡ്രൻറ്റ്, ഇത് ഫോർത്ത് ക്വാഡ്രൻറ്റ്, ദെൻ ഇത്രയേ വേണ്ടു. അപ്പോൾ ഇത് 0, ഇത് 360 എന്ന് ഓർക്കുക, ഇത് 90, എന്താണ് 270, ഇതെന്താണ് 360. സോറി, ഇത് എത്രയാണ്? 270 അല്ലേ. 270. ഓക്കെ. അപ്പം സൈൻ ഓഫ് 90 - θ എന്നാണ് പറഞ്ഞത്. അപ്പോൾ തീറ്റ എവിടെയാണ്? ഈ 90 താഴെയാണ് അല്ലേ. അപ്പോൾ ഈ സൈൻ ഓഫ് 90 - θ എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാം പോസിറ്റീവാണ്. ഓൾ ആർ പോസിറ്റീവ്. അപ്പോൾ എന്താണ് പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നമ്മൾ അത് ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. ഈ സൈൻ ഓഫ് 90 പ്ലസ് ഓർ മൈനസ് തീറ്റയ്ക്ക് ഒരു സിഗ്നിഫിക്കൻസ് ഉണ്ട്. അതായത് ഈ സൈൻ ഓഫ് നമ്മുടെ n ഇൻറ്റു 90 പ്ലസ് ഓർ മൈനസ് തീറ്റ എന്നാണ് നമ്മുടെ ചോദ്യം അല്ലേ. n ഇൻറ്റു സൈൻ 90 പ്ലസ് ഓർ മൈനസ് തീറ്റ ആണ്. അപ്പം ഇതിനെ നമ്മൾ സൈനോ കോസോ ടാനോ കൊണ്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് പറഞ്ഞാൽ, ഇഫ് യുവർ n ഈസ് ഓഡ് ഇൻറ്റിജർ ആണെങ്കിൽ, n ഓഡ് ആണെങ്കിൽ വാട്ട് ഹാപ്പൻസ് ഈസ് സൈൻ ഓഫ് n ഇൻറ്റു 90 പ്ലസ് ഓർ മൈനസ് തീറ്റ എന്താവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി റിവേഴ്സ്ഡ്. അതായത് n ഓട് എന്ന് പറഞ്ഞാൽ ഇവിടെ 1 ആവാം, 3 ആവാം, 5 ആവാം, എന്തും ആവാം. അപ്പോൾ അങ്ങനെയാണ് ഉള്ളതെങ്കിൽ ഇപ്പോൾ 1 ആണെങ്കിൽ ആൻസർ എത്രയാണ്? സൈൻ 90 പ്ലസ് ഓർ മൈനസ് തീറ്റയാണ്. 3 ആണെങ്കിലോ 3 ഇൻറ്റു 90 പ്ലസ് ഓർ മൈനസ് തീറ്റ, അതായത് 270 പ്ലസ് ഓർ മൈനസ് തീറ്റ. ശരിയല്ലേ? ഇനി 5 ആണെങ്കിലോ 90 ഇൻറ്റു 5 450 പ്ലസ് ഓർ മൈനസ് തീറ്റ. ഇങ്ങനെ പോവുക ചെയ്യാം. ശരിയല്ല? അപ്പോൾ അങ്ങനെ അവിടെ ഓഡ് മൾട്ടിപ്പിൾ ആണെങ്കിൽ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ യു ഹാവ് ടു റിവേഴ്സ് അല്ലെങ്കിൽ യു ഹാവ് ടു ചേഞ്ച് ദ ട്രിഗ്നോമെട്രിക് നമ്മൾ ചെയ്ത് സൈനിന് എന്ത് ചെയ്യണം? കോസിലേക്ക് മാറ്റണം. സോ ആൻസർ വിൽ ബി പ്ലസ് ഓർ മൈനസ് കോസ് തീറ്റ. ക്ലിയർ? സിമിലർലി കോസ് ഓഫ് n ഇൻറ്റു 90 പ്ലസ് ഓർ മൈനസ് തീറ്റ ആണെങ്കിൽ അതും മാറ്റണം. അതും മാറ്റി എന്ത് കിട്ടിയാലും മാറ്റണം ഓടാണെങ്കിൽ. അപ്പോൾ എന്ത് വരും? പ്ലസ് ഓർ മൈനസ് സൈൻ തീറ്റ വരും. ഇനി അതുപോലെ ടാൻ n ഇൻറ്റു 90 പ്ലസ് ഓർ മൈനസ് തീറ്റ ആണെങ്കിൽ വാട്ട് വിൽ ബി യുവർ ആൻസർ? യുവർ ആൻസർ വിൽ ബി പ്ലസ് ഓർ മൈനസ് കോട്ട് തീറ്റ ആയിരിക്കും നമ്മളുടെ ആൻസർ. ക്ലിയർ? അപ്പം ഇതാണ് ഇതിൻ്റെ കൺസെപ്റ്റ്. ഓക്കെ, നമ്മൾക്ക് എന്താണ് n കിട്ടുന്നത് അതിൻ്റെ നേരെ റിവേഴ്സ് അല്ലെങ്കിൽ നേരെ കൗണ്ടർ പാർട്ടായിട്ട് എഴുതണം. എപ്പോൾ? n ഓടാണെങ്കിൽ. ഇനി ഇതിൻ്റെ വേറൊരു രസം എന്താ വെച്ചാൽ n ഈവൺ ആണെന്ന് വിചാരിക്കും. അതായത് 2, 4, 6 ആണെന്ന് വിചാരിക്കും. അപ്പോൾ എന്ത് വരും? n ഇൻറ്റു, അതായത് 2 ഇൻറ്റു 90 4 ഇൻറ്റു 90 എന്നല്ലേ വരും. അപ്പോൾ എത്ര? 180 360. അടുത്തത് എത്ര വരിക? 6 ഇൻറ്റു 90 എന്ന് പറഞ്ഞാൽ 540. ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഏതാണോ ആംഗിൾ ഉള്ളത് അത് തന്നെ എഴുതിയാൽ മതി. ഓക്കെ, അതായത് n ഈവൺ ഇൻറ്റിജർ ആണെങ്കിൽ എന്താണ് ഇവിടെ നിങ്ങൾ സൈൻ ഓഫ്, ഇവിടെ ഇത് സൈൻ ഇത് തന്നെ നമുക്ക് എഴുതാം. അപ്പോൾ സൈൻ ഓഫ് ഇത് ഓടാണെങ്കിൽ, ഇനി ഈവൺ ആണെങ്കിൽ എന്താണ് വരുന്നത്? ഇവിടെ സൈൻ തന്നെയുള്ളത് അത് തന്നെയാണ് എഴുതേണ്ടത്. അപ്പോൾ ആൻസർ എന്താ വരിക? പ്ലസ് ഓർ മൈനസ് സൈൻ തീറ്റ തന്നെ. ഇവിടെ കോസ് അല്ലേ, ഇത് ഈവൺ ആണെങ്കിൽ ഉള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഈ ബ്ലൂവിൽ എഴുതുന്നൊക്കെ ഇതാണ് കേട്ടോ. അപ്പോൾ n ഈവൺ ആണെങ്കിൽ കോസ് എന്നുള്ള സാധനം മാറില്ല. അപ്പോൾ എന്ത് വരും? പ്ലസ് ഓർ മൈനസ് കോസ് തീറ്റ തന്നെ. അപ്പം n ഈവൺ ആണെങ്കിൽ ഇവിടെ ഇതും മാറില്ല. അപ്പോൾ പ്ലസ് ഓർ മൈനസ് ടാൻ തീറ്റ. ക്ലിയർ? ഈ ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ ഈ ഒരു കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാവണം. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു കൺസെപ്റ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൻ്റെ അലൈഡ് ആംഗിൾസ് നമുക്ക് ചെയ്യാനുണ്ട്. നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. ഓക്കെ, ഇത് നമുക്ക് സൈൻ ഓഫ് ഓരോ ട്രിഗ്നോമെട്രീൻ്റെ 180 മൈനസ് തീറ്റ എന്താണെന്ന് ഞാൻ കൃത്യമായിട്ട് എന്ത് ചെയ്യാം ഒന്നും കൂടി അടുത്തതിൽ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഓർക്കുക, ഇവിടെ ഈവൺ ഓഡ് ഇൻറ്റിജർ ആണെങ്കിൽ ഇത് മാറ്റണം, ഈവൺ ഇൻറ്റിജർ ആണെങ്കിൽ അത് മാറ്റണ്ട. അതുപോലെ ഇതും 3 റിസൾട്ട് ഓർക്കുക. സൈൻ ഓഫ് മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ മൈനസ് സൈൻ തീറ്റ, കോസ് ഓഫ് മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ കോസ് തീറ്റ, ടാൻ ഓഫ് മൈനസ് തീറ്റ മൈനസ് ടാൻ തീറ്റ. അത് ഓർക്കുക. ഓക്കെ, സൈൻ 90 മൈനസ് തീറ്റ 90 പ്ലസ് തീറ്റേൻ്റെ വാല്യൂകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം അടുത്തൊരു വീഡിയോയിൽ നമുക്ക് എന്ത് ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യാം ഇവിടെ ഓർത്ത് വയ്ക്കുക. ട്രിഗ്നോമെട്രിക്കിൻ്റെ ആംഗിൾസിൻ്റെ കേസ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ ദെൻ, താങ്ക് യു.